നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ജർമ്മനിയിലെ രാഷ്ട്രീയ അത്ഭുതം കണ്ട് പൊട്ടിച്ചിരിക്കുകയാണിപ്പോൾ ഡൊണാൾഡ് ട്രംപ്. ഇലോൺ മസ്കും തൻ്റെ വൈസ് പ്രസിഡൻറ്റുമൊക്കെ പിന്തുണച്ചിരുന്ന AFD എന്ന രാഷ്ട്രീയ കക്ഷി തലയെടുപ്പോടെ തെരഞ്ഞെടുപ്പിൽ 2ാം സ്ഥാനത്തെത്തിയിരിക്കുന്നു. ട്രംപ് തന്നെയാണ് ആ തെരഞ്ഞെടുപ്പിൻ്റെ പല കളികളും നിയന്ത്രിച്ചത്. 2ാം ലോകമഹായുദ്ധത്തിനു ശേഷമുള്ള ഏറ്റവും ശക്തമായ തെരഞ്ഞെടുപ്പ് ഫലവുമായി തീവ്ര വലതുപക്ഷം 2ാം സ്ഥാനത്തെത്തിയത് ലോകത്തെ തന്നെ ഞെട്ടിച്ചു കളഞ്ഞു. AFD രാഷ്ട്രീയമായി റെക്കോർഡ് സൃഷ്ടിച്ചിരിക്കുന്നു. എന്നാൽ മറ്റെല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇതുവരെ ആ തീവ്ര രാഷ്ട്രീയ പ്രസ്ഥാനത്തെ ഭരണത്തിൽ നിന്ന് അകറ്റി നിർത്തി. ഞായറാഴ്ച നടന്ന തെരഞ്ഞെടുപ്പിൽ ജർമ്മനിയുടെ യാഥാസ്ഥിതികരാണ് വിജയം കണ്ടത്. അവരുടെ നേതാവ് ഫ്രെഡറിക് മെഴ്സ് അടുത്ത ചാൻസലറാവും. തീവ്ര വലതുപക്ഷ വിഭാഗമായ AFD 2ാം സ്ഥാനത്തെത്തി റെക്കോർഡ് നേട്ടമുണ്ടാക്കിയതാണ് മറ്റൊരു ഞെട്ടിപ്പിക്കുന്ന സംഭവം. 27 യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിൽ ഏറ്റവും കരുത്തുള്ള സമ്പദ് വ്യവസ്ഥ ജർമ്മനിയുടേതാണ്. നാറ്റോ സഖ്യരാജ്യങ്ങളിൽ അമേരിക്ക കഴിഞ്ഞാൽ ഏറ്റവുമധികം ഫണ്ട് മുതൽ മുടക്കുന്നതും ജർമ്മനി തന്നെ. യുക്രൈൻ റഷ്യ യുദ്ധത്തിൽ അമേരിക്കയ്ക്ക് പിന്നാലെ ഏറ്റവും കൂടുതൽ ആയുധങ്ങളും പണവും നൽകി യുക്രൈനെ സംരക്ഷിച്ചു നിർത്തിയതും ഇതേ ജർമ്മനി. നാറ്റോ സഖ്യരാജ്യങ്ങൾക്കുള്ള തങ്ങളുടെ സാമ്പത്തിക പിന്തുണ ഇനി ഉണ്ടാവില്ല എന്ന് ട്രംപിന്റെ ഭയപ്പെടുത്തലുകൾ ഒരു വശത്ത്, മറുവശത്ത് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ സ്വയം സംരക്ഷണത്തിനായി യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുടെ സ്വന്തം സേനയെ സൃഷ്ടിക്കണമെന്ന പല കോണുകളിൽ നിന്നുള്ള ആവശ്യം. അതെ, അതിനോടൊക്കെ സമചിത്തതയോടെ മെഴ്സ് പ്രതികരിക്കുന്നു. ലോകം നമ്മളെ കാത്തിരിക്കുന്നില്ല എന്ന് ജർമ്മനിയെ ഓർമ്മപ്പെടുത്തുകയാണ് ഇപ്പോൾ മെഴ്സ്. ഒരു വശത്ത് ട്രംപ് റഷ്യയുമായി അടുപ്പം കാട്ടുന്നു. നാറ്റോയുടെ ഭാവി ശക്തിയെക്കുറിച്ചുള്ള സംശയങ്ങൾ ഇപ്പോൾ ശക്തമാണ്. അതുകൊണ്ട് തന്നെ ജർമ്മനിയുടെ പുതിയ സാരഥിക്ക് തൻ്റേതായ വഴി വെട്ടിത്തുറക്കണം. യൂറോപ്പ് തങ്ങളുടെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കണമെന്ന നിലപാടുകാരനാണ് മെഴ്സ്. അമേരിക്കയിൽ നിന്ന് പുറത്തുവരുന്ന കാര്യങ്ങളെക്കുറിച്ച് തനിക്ക് യാതൊരു മിഥ്യാധാരണയുമില്ല എന്ന് അദ്ദേഹം വെട്ടിത്തുറന്നു പറഞ്ഞിരുന്നു തെരഞ്ഞെടുപ്പ് നാളുകളിൽ. തീവ്ര വലതുപക്ഷ വിഭാഗമായ ഓൾട്ടർനേറ്റീവ് ഫോർ ജർമ്മനിയുടെ വിജയമാണ് ഇപ്പോൾ അക്ഷരാർത്ഥത്തിൽ ലോകമുറ്റുനോക്കുന്നത്. അഭയാർത്ഥികളായി തങ്ങളുടെ രാജ്യത്തേക്ക് കടന്നു വന്നവർ ക്രൂരമായ ആക്രമണങ്ങൾ നടത്തുന്ന നിരവധി സംഭവങ്ങൾ, അതിനെതിരെ അഭയാർത്ഥി പ്രവാഹങ്ങൾക്കെതിരെ കുടിയേറ്റത്തിനെതിരെ കർശനമായ നിലപാടെടുത്തുകൊണ്ടാണ് ഇപ്പോൾ AFD ജർമ്മൻ രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിൽക്കുന്നത്. ഇത് ട്രംപിൻ്റെ ദൂരക്കാഴ്ചയുടെ വിജയം കൂടിയാണ്. തിങ്കളാഴ്ച പുലർച്ചെ തെരഞ്ഞെടുപ്പ് ഫലവും വിശകലനങ്ങളും പ്രവചനങ്ങളുമൊക്കെ ചേർത്ത് വായിക്കുമ്പോൾ മെഴ്സിൻ്റെ CDU-CSU സഖ്യം 28%-ലധികം വോട്ടുകൾ നേടി. സ്ഥാനമൊഴിയുന്ന ചാൻസലർ ഒലാഫ് ഷോൾസിൻ്റെ സോഷ്യൽ ഡെമോക്രാറ്റുകളെ അവർ തകർത്ത് കളഞ്ഞു. ചരിത്രത്തിലെ ഏറ്റവും താഴ്ന്ന 16%-ലേക്ക് അവർ കൂപ്പുകുത്തി. ക്രമരഹിതമായ കുടിയേറ്റത്തിനെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന പ്രതിജ്ഞയെടുത്ത AFD ഇരുണ്ട നാസി ചരിത്രത്തിന് പ്രായശ്ചിത്തം ചെയ്യാൻ ഇപ്പോഴും ശ്രമിക്കുന്ന ഒരു രാജ്യത്ത് ഇത്തരമൊരു പ്രതിജ്ഞ പലരെയും ഞെട്ടിച്ചിരുന്നു. ട്രംപിന്റെ പ്രധാന സഖ്യകക്ഷികളുടെ ശബ്ദ പിന്തുണയിലാണ് AFD ഇക്കുറി മത്സരരംഗത്ത് നിറഞ്ഞത്. AFDയെ കൂടി ചേർത്ത് ഒരു വിശാല മുന്നണിക്കാണ് മെഴ്സിന്റെ ശ്രമം. എന്നാൽ തങ്ങൾ പ്രതിപക്ഷത്ത് തുടരാൻ ഒരുക്കമാണ് എന്ന് AFD പ്രതികരിച്ചു കഴിഞ്ഞു. മറ്റെല്ലാ പാർട്ടികളും അതിനെ അധികാരത്തിൽ നിന്ന് ഇതുവരെ മാറ്റി നിർത്തിയല്ലോ. ഒരു സർക്കാർ രൂപീകരിക്കാൻ മെഴ്സ് ഞങ്ങളെ ക്ഷണിച്ചു കഴിഞ്ഞു എന്ന് AFD പറയുന്നു. എന്നാൽ മുന്നണിയിലേക്ക് അവർ കടന്നു വരുമോ എന്നതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ സംശയം. മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലും അമേരിക്കയിലുമുള്ള സമാന സാഹചര്യങ്ങളിലേക്ക് ജർമ്മനിയും മാറിയേക്കാം എന്ന് രാഷ്ട്രീയ വിദഗ്ധർ പറയുന്നു. ജർമ്മൻ കുടിയേറ്റത്തിന് ഒരുപക്ഷെ അന്ത്യം കുറിക്കാം. 69-കാരനാണ് മെഴ്സ്. അധികാരം ഏറ്റെടുക്കുന്നതിന് മുൻപ് യൂറോപ്പിലെ ഉയർന്ന സമ്പദ് വ്യവസ്ഥയിൽ ഒരു പുതിയ സഖ്യ സർക്കാർ അദ്ദേഹത്തിന് രൂപീകരിക്കേണ്ടി വരും. ഈസ്റ്ററോടെ മാത്രമേ പുതിയ സർക്കാർ അധികാരത്തിലെത്തൂ എന്ന് അദ്ദേഹം പറഞ്ഞു. ട്രംപ് വലിയ മാറ്റങ്ങൾക്ക് നിർബന്ധിക്കുകയും യൂറോപ്യൻ സഖ്യകക്ഷികളെ പ്രത്യേകിച്ച് യുക്രൈൻ യുദ്ധത്തിൻ്റെ പേരിൽ അസ്വസ്ഥരാക്കുകയും ചെയ്തിരുന്നു. വരും ആഴ്ചകളിൽ ബെർലിനിൽ സ്തംഭനാവസ്ഥ സൃഷ്ടിക്കുമെന്ന് പലപ്പോഴും അമേരിക്ക തങ്ങളെ ഭയപ്പെടുത്തി. 2022 ഫെബ്രുവരിയിൽ റഷ്യ യുക്രൈന് നേരെ നടത്തിയ ഏകപക്ഷീയമായ ആക്രമണം, തുടർന്ന് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുടെയും നാറ്റോ സഖ്യരാജ്യങ്ങളുടെയും ഒക്കെ പിന്തുണയോടെ യുക്രൈൻ പ്രതിരോധത്തിലേക്ക്. യുക്രൈൻ നടത്തിയ അതിശക്തമായ തിരിച്ചടിയിൽ റഷ്യ പതറിപ്പോയ നാളുകൾ. ഒടുവിൽ യുദ്ധം അവസാനിപ്പിക്കാൻ ട്രംപ് യൂറോപ്യൻ നേതാക്കളുടെ തലയ്ക്ക് മുകളിലൂടെ റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുതിനെ നേരിട്ട് വിളിച്ചു.
പിന്നീട് അമേരിക്കൻ, റഷ്യൻ ഉന്നത പ്രതിനിധി സംഘം സൗദി അറേബ്യയിൽ നടത്തിയ ചർച്ചകൾ. ഇതിൽ അസ്വസ്ഥത കാട്ടിയ യൂറോപ്യൻ യൂണിയൻ നേതാക്കൾ പാരീസിൽ തടിച്ചുകൂടി. കഴിഞ്ഞയാഴ്ചയിലെ ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവനകൾക്ക് ശേഷം യൂറോപ്പിന്റെ വിധിയെക്കുറിച്ച് അമേരിക്കക്കാർക്ക് വലിയ തോതിൽ നിസ്സംഗതയുണ്ട് എന്ന് മെഴ്സ് തുറന്നടിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇനി യൂറോപ്പിന്റെ സുരക്ഷ നമ്മുടെ ഉത്തരവാദിത്തമാണ്. ജർമ്മനി മാറ്റത്തിന്റെ പാതയിലാണ് എന്ന് ട്രംപ് തന്റെ ട്രൂത്ത് സോഷ്യൽ മീഡിയയിൽ കുറിച്ചു. അമേരിക്കയ്ക്കെതിരായ മെഴ്സിന്റെ വ്യാപക വിമർശനങ്ങൾക്കെതിരെ പക്ഷേ ഇന്ന് ട്രംപ് ഒരക്ഷരം ഉരിയാടിയില്ല. അമേരിക്കയെപ്പോലെ തന്നെ ജർമ്മനിയിലെയും ജനങ്ങൾ വർഷങ്ങളായി നിലനിൽക്കുന്ന സാമാന്യ ബുദ്ധിയില്ലാത്ത അജണ്ടയിൽ, പ്രത്യേകിച്ച് ഊർജ്ജ കുടിയേറ്റ കാര്യങ്ങളിൽ മടുത്തു എന്ന് ട്രംപ് തുറന്നെഴുതി. എത്രയും വേഗം യൂറോപ്പിനെ ശക്തിപ്പെടുത്തുക എന്നതായിരിക്കും തന്റെ പരമമായ മുൻഗണന. അങ്ങനെ പടിപടിയായി USA-യിൽ നിന്ന് പടിപടിയായി നമുക്ക് സ്വാതന്ത്ര്യം വേണമെന്ന് മെഴ്സ് പ്രതികരിക്കുന്നു. നാറ്റോയെ അതിന്റെ നിലവിലെ രൂപത്തിൽ ഇനി തുടർന്നും കാണാൻ കഴിയുമോ എന്ന സംശയവും മെഴ്സ് പ്രകടിപ്പിക്കുന്നു. ചുരുക്കത്തിൽ പുതിയ ചാൻസലർ അമേരിക്കയുടെ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപിനോട് അത്ര കണ്ട് അനുനയ രൂപത്തിലല്ല സംസാരിക്കുന്നതെന്ന് വ്യക്തം. ഭൂരിപക്ഷം ഉറപ്പിക്കാൻ ഇനി മെഴ്സിന് ആദ്യം SPD-യെ സമീപിക്കാം. പക്ഷേ ഷോൾസ് തന്റെ പാർട്ടിയുടെ ഈ കൈപ്പേറിയ പരാജയത്തിന് ക്ഷമാപണം നടത്തി നിൽക്കുകയാണ്. 12% വോട്ട് വിഹിതം നേടിയ ഗ്രീൻസ് പാർട്ടിയെ സമീപിക്കാനും സാധ്യതയുണ്ട്. ടീം ട്രംപിന്റെ പിന്തുണയിലാണ് ഇപ്പോൾ ജർമ്മൻ തെരഞ്ഞെടുപ്പിൽ AFD തിളങ്ങി നിന്നത്. കോടീശ്വരനായ ഇലോൺ മസ്ക് ജർമ്മനിയെ രക്ഷിക്കാൻ കഴിയുന്ന ഒരേയൊരു പാർട്ടിയായി അതിനെ പ്രശംസിച്ചു. മോസ്കോയിൽ നിന്ന് നാം കണ്ട ഇടപെടലുകളേക്കാൾ നാടകീയവും അഹങ്കാരപൂർണവുമായിരുന്നു വാഷിംഗ്ടണിൽ നിന്നുള്ള ഇടപെടലുകൾ. അതുകൊണ്ട് രണ്ട് വശങ്ങളിൽ നിന്നും ഞങ്ങൾ വലിയ സമ്മർദ്ദത്തിലാണ് എന്ന് മെഴ്സ് പറയുന്നു. മുൻ കമ്മ്യൂണിസ്റ്റ് കിഴക്കൻ മേഖലകളിൽ ഏറ്റവും ശക്തമായിരുന്ന പാർട്ടിയായിരുന്നു AFD. ഇപ്പോഴിതാ പടിഞ്ഞാറൻ സംസ്ഥാനങ്ങളിലും അവർ മികച്ച നേട്ടം കൈവരിച്ചു. അവരുടെ കുടിയേറ്റ വിരുദ്ധ പ്രതിജ്ഞ തന്നെയാണ് ഈ വിജയത്തിന് പിന്നിൽ. ഒപ്പം ട്രംപിന്റെയും ഇലോൺ മസ്കിന്റെയും ഒക്കെ പിന്തുണ. കഴിഞ്ഞ ഡിസംബറിൽ ക്രിസ്മസ് മാർക്കറ്റിലെ ജനക്കൂട്ടത്തിലേക്ക് ഒരു കാർ ഇടിച്ചു കയറി 6 പേർ കൊല്ലപ്പെട്ടിരുന്നു. നൂറുകണക്കിന് പേർക്ക് പരിക്കേറ്റു. ഇതും തെരഞ്ഞെടുപ്പിനെ സ്വാധീനിച്ചു. കുടിയേറ്റത്തെക്കുറിച്ചുള്ള AFD-യുടെ ആശങ്കകൾ അടുത്ത സർക്കാർ ധൈര്യപൂർവ്വം അഭിസംബോധന ചെയ്യണമെന്ന് പാർട്ടി ആവശ്യപ്പെടുന്നു. രോഗബാധിതമായ സമ്പദ് വ്യവസ്ഥ പരിഹരിക്കണമെന്നും പറഞ്ഞു. അടുത്ത തവണ തീവ്ര വലതുപക്ഷം അധികാരത്തിലേറാനുള്ള സാധ്യതകളുണ്ട് എന്ന മെഴ്സിന്റെ പ്രവചനങ്ങൾ അത്തരത്തിലാണ്. തീവ്ര വലതുപക്ഷം ഉയർത്തിയ മുദ്രാവാക്യങ്ങൾ ഖണ്ഡിക്കാൻ ജർമ്മനിയിലെ മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ വലിയൊരു വേലിയേറ്റം ഇപ്പോൾ ദൃശ്യമാകുന്നതും. അമേരിക്കയ്ക്ക് സമാനമായ സാഹചര്യമൊരുക്കലാണ് ട്രംപിന്റെ ലക്ഷ്യം. ജർമ്മനിയെ AFD എന്ന പാർട്ടിയിലൂടെ തീവ്ര വലതുപക്ഷത്തിന്റെ കയ്യിൽ ഭദ്രമായി ഏൽപ്പിക്കുക. ഇപ്പോൾ അധികാരത്തിലെത്തിയ യാഥാസ്ഥിതിക പാർട്ടിയുമായി ഏതു തലത്തിലുള്ള നയ രൂപീകരണമാകും ഇനി ട്രംപിന്റെ? ഫ്രെഡറിക് മെഴ്സിന്റെ CDU-CSU സഖ്യം നയിക്കുന്ന കൺസർവേറ്റീവുകൾ 2025 ജർമ്മൻ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു. തീവ്ര വലതുപക്ഷ ഓൾട്ടർനേറ്റീവ് ഫോർ ജർമ്മനി AFD 2ാം സ്ഥാനത്ത് 20.8% വോട്ടുകളോടെ. ഫലങ്ങൾ പുറത്തുവന്നതിന് തൊട്ടു പിന്നാലെ ഡൊണാൾഡ് ട്രംപിന്റെ പ്രതികരണം. ജർമ്മനിക്കൊരു മഹത്തായ ദിനം. എന്നാൽ യാഥാസ്ഥിതികരുടെ വിജയത്തെ സാമാന്യ ബുദ്ധിയില്ലാത്ത അജണ്ട, പ്രത്യേകിച്ച് ഊർജ്ജം, കുടിയേറ്റം എന്നീ വിഷയങ്ങളിലെന്ന് ട്രംപ് കുറിച്ചു. നിലവിലെ ചാൻസലർ ഷോൾസിന്റെ SPD 10% വോട്ടുകൾ മാത്രമാണ് നേടിയത്. 3ാം സ്ഥാനത്തേക്ക് അവർ കൂപ്പുകുത്തി. AFD നേടിയത് 20.8% വോട്ടുകൾ, അതായത് 152 സീറ്റുകൾ. CDU-CSU സഖ്യത്തിന് ലഭിച്ചത് 28.52% വോട്ടുകൾ. ചുരുക്കത്തിൽ വെറും 8% വോട്ടുകൾ മാത്രമാണിപ്പോൾ തീവ്ര വലതുപക്ഷ കക്ഷിയുമായി CDU-CSU സഖ്യത്തിന്. തീവ്ര വലതുപക്ഷത്തിന്റെ വിജയം മെഴ്സ് ഭരണകൂടത്തെ ഇനി വിറപ്പിക്കും. ശരിയായ രേഖകളില്ലാതെ രാജ്യത്തേക്ക് പ്രവേശിക്കുന്നത് പൂർണ്ണമായും തടയുമെന്ന് ഇപ്പോൾ മെഴ്സ് പ്രഖ്യാപിക്കുന്നു. നാടുകടത്തൽ വർദ്ധിപ്പിക്കുമെന്നും അദ്ദേഹം പറയുന്നു. ചുരുക്കത്തിൽ ട്രംപിന്റെ അതേ പാതയിലേക്ക് മാറാൻ നിർബന്ധിതനായിരിക്കുന്നു പുതിയ ജർമ്മൻ ചാൻസലർ. ക്രിസ്ത്യൻ ഡെമോക്രാറ്റിക് യൂണിയൻ CDU ചെയർമാനായ 69-കാരനായ ഫ്രെഡറിക് മെഴ്സ് അധികാരത്തിലെത്തുമെങ്കിലും തീവ്ര വലതുപക്ഷ പ്രസ്ഥാനത്തിന്റെ നിയന്ത്രണത്തിലായിരിക്കുമെന്ന് വ്യക്തം. ചുരുക്കത്തിൽ ട്രംപിന് ഇനി ജർമ്മനിയെ തന്റെ നിയന്ത്രണത്തിലാക്കാൻ കഴിയും. രാജ്യത്തിന്റെ സാമ്പത്തിക മാന്ദ്യത്തെ താൻ മറികടക്കുമെന്നും യൂറോപ്പിലെ ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥയെന്ന പഴയ പാതയിലേക്ക് ജർമ്മനിയെ കൈപിടിച്ചുയർത്തുമെന്നും മെഴ്സ് പ്രഖ്യാപിച്ചു. ഷോൾസിന്റെ ത്രികക്ഷി സഖ്യം കഴിഞ്ഞ നവംബർ മാസം തകർന്നു വീണു.
ഇതിനെ തുടർന്നാണ് ഇപ്പോൾ നേരത്തെ നടത്തേണ്ടി വന്നത് ഈ തെരഞ്ഞെടുപ്പ്. ജർമ്മനിയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ പാർട്ടിയായി മാറി തീവ്ര വലതുപക്ഷ ഓൾട്ടർനേറ്റീവ് ഫോർ ജർമ്മൻ പാർട്ടി ഇപ്പോൾ ലോകത്തിൻ്റെ ശ്രദ്ധ പിടിച്ചുപറ്റി. ഒരു സുപ്രധാന നാഴികക്കല്ലാണ് അവർ പിന്നിട്ടിരിക്കുന്നത്. സ്ഥാപിതമായ വെറും 12 വർഷത്തിന് ശേഷം അവർ ജർമ്മൻ രാഷ്ട്രീയത്തിൽ തങ്ങളുടെ സ്വാധീനം ഉറപ്പിച്ചു. വിജയാഘോഷവേളയിൽ AFDയുടെ പ്രധാന സ്ഥാനാർത്ഥി ആലീസ് വിഡൽ, ക്രിസ്ത്യൻ ഡെമോക്രാറ്റിക് യൂണിയൻ, ക്രിസ്ത്യൻ സോഷ്യൽ യൂണിയൻ എന്നിവയുൾപ്പെടുന്ന വിജയകരമായ മധ്യവലതു സഖ്യവുമായി ഒരു സഖ്യം രൂപീകരിക്കുന്നതിന് തങ്ങൾക്ക് തുറന്ന മനസ്സുണ്ട് എന്ന് പറഞ്ഞു. എന്നാൽ CDU നേതാവ് ഫ്രെഡറിക് ബെർസിനെ അവർ വിമർശിച്ചു. AFDയുടെ നേതാക്കൾ കുടിയേറ്റ പശ്ചാത്തലമുള്ള ജർമ്മൻകാർക്ക് തുല്യ അവകാശങ്ങൾ നൽകുന്നതിനെ ചോദ്യം ചെയ്യുന്നു. ചിലർ നിരോധിത നാസി കാലഘട്ടത്തിലെ ചിഹ്നങ്ങൾ ഉപയോഗിച്ചതിന് പരിശോധന പോലും നേരിട്ടിട്ടുണ്ട്. ഹിറ്റ്ലർ കാലഘട്ടത്തിലെ നിരോധിത അർദ്ധസൈനിക മുദ്രാവാക്യങ്ങൾ മുഴക്കിയതിന് പേരിൽ AFDയുടെ നേതാക്കളെ മുൻപ് അറസ്റ്റ് ചെയ്യുകയുമുണ്ടായി. തെരഞ്ഞെടുപ്പിന് മുൻപ് രാജ്യവ്യാപകമായി AFDക്കെതിരെ ബഹുജന പ്രക്ഷോഭങ്ങൾ അരങ്ങേറി. അതിനു പിന്നിൽ മുഖ്യധാര രാഷ്ട്രീയ കക്ഷികൾ. AFDയുടെ ഉയർച്ച ജനാധിപത്യത്തിനും കുടിയേറ്റക്കാർക്കും ഭീഷണിയാണ് എന്ന് പ്രതിഷേധക്കാർ പറഞ്ഞു. 2029 തെരഞ്ഞെടുപ്പാണ് നമുക്ക് മുഖ്യമെന്ന് വിഡൽ പറഞ്ഞു. അന്ന് ചാൻസലർ സ്ഥാനാർത്ഥിയായി വിഡൽ സ്വയം നിലയുറപ്പിച്ചു. AFDയുടെ പ്രഖ്യാപനം ഇങ്ങനെ: നമ്മൾ CDU-CSUവിനെ മറികടക്കും, തുടർന്ന് ഭരിക്കാനുള്ള ജനവിധി നമ്മൾ നേടിയെടുക്കും. ഇതാണ് പൊതുവെ രാഷ്ട്രീയ യാഥാസ്ഥിതികരെ അസ്വസ്ഥരാക്കുന്നത്. വ്യക്തമായ കാഴ്ചപ്പാടോടെ AFDക്ക് ട്രംപ് പിന്തുണ നൽകുന്നു. അതിനുവേണ്ടി തൻ്റെ ഏറ്റവും വിശ്വസ്തരെ ജർമ്മൻ രാഷ്ട്രീയത്തിലേക്ക്, പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ട്രംപ് അയക്കുന്നു. വിചിത്രമായ നടപടികളിലൂടെ ജർമ്മൻ രാഷ്ട്രീയത്തിൽ തൻ്റെ സ്വാധീനം ഉറപ്പിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ്. മറുവശത്തിത സ്വയം രാജിക്കൊരുങ്ങി സെലൻസ്കി പറയുന്നു. യുക്രൈൻ്റെ സുരക്ഷ ഉറപ്പുവരുത്തുമെങ്കിൽ ട്രംപ് പറഞ്ഞതുപോലെ താൻ രാജിക്ക് സന്നദ്ധനാണ്. സെലൻസ്കി ഒരു ഏകാധിപതിയാണ്. സെലൻസ്കി അധികാരത്തിലെത്തിയതിനു ശേഷം യുക്രൈനിൽ തെരഞ്ഞെടുപ്പുകൾ നടക്കുന്നില്ല എന്ന് ഡൊണാൾഡ് ട്രംപ് പരസ്യമായി പറഞ്ഞിരുന്നു. കീവിന് പാശ്ചാത്യ സൈനിക സഖ്യത്തിൽ ചേരാൻ കഴിഞ്ഞാൽ പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കാൻ താൻ തയ്യാറാണ് എന്ന് സെലൻസ്കി സമൂഹ മാധ്യമങ്ങൾ എഴുതി. രാജ്യത്തിനെതിരെ മറ്റൊരു യുദ്ധം തടയാൻ ഏറ്റവും ചെലവ് കുറഞ്ഞതും ലളിതവും യുക്തിസഹവുമായ സാഹചര്യം നാറ്റോ മാത്രമാണ്. തെരഞ്ഞെടുപ്പുകളില്ലാത്ത സ്വേച്ഛാധിപതി എന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പരാമർശത്തോട് പ്രതികരിക്കുകയായിരുന്നു സെലൻസ്കി. യുക്രൈൻ നാറ്റോയിൽ ചേർന്നില്ല എങ്കിൽ യുക്രൈനുള്ളിൽ നമ്മൾ നാറ്റോ സൃഷ്ടിക്കേണ്ടി വരും. അതായത് ആക്രമണത്തെ ചെറുക്കാൻ വേണ്ടത്ര ശക്തമായ ഒരു സൈന്യത്തെ നിലനിർത്തുക, അതിന് ധനസഹായം നൽകുക, നമ്മുടെ സ്വന്തം ആയുധങ്ങൾ ആവശ്യത്തിന് നിർമ്മിക്കുകയും സംഭരിക്കുകയും ചെയ്യുക, റഷ്യയെ മറ്റൊരു യുദ്ധം ആരംഭിക്കുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കുക, ആവശ്യമെങ്കിൽ താൻ ഉടൻ പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കാമെന്ന് സെലൻസ്കിയുടെ പ്രഖ്യാപനം. ട്രംപ് തന്റെ നിലപാട് മനസ്സിലാക്കണമെന്നും സെലൻസ്കി പറഞ്ഞു. യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലെ രാഷ്ട്രീയവും തൻ്റെ കൈക്കുള്ളിലാക്കി ട്രംപ് പുതിയ കളികൾ കളിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ജർമ്മൻ തെരഞ്ഞെടുപ്പ് ഏറെ ശ്രദ്ധിക്കപ്പെടുന്നത്. ജർമ്മനിയിലെ ഇസ്ലാമികവൽക്കരണത്തിനെതിരെയും ശക്തമായ നിലപാടാണ് AFD കൈക്കൊണ്ടിരിക്കുന്നത്. 2ാം സ്ഥാനത്താണ് എങ്കിലും ജർമ്മൻ രാഷ്ട്രീയത്തിലെ നിർണായക ശക്തിയായി ആ തീവ്ര വലതുപക്ഷം മാറിയിരിക്കുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.